പൗരത്വം തെളിയിക്കേണ്ടത് യുക്തിസഹമായ നടപടിക്രമങ്ങളിലൂടെയാണെന്ന് സുപ്രീം കോടതി. 27 പേരെ വിദേശികളായി പ്രഖ്യാപിച്ച അസം ഫോറിനേഴ്സ് ട്രൈബ്യൂണലിന്റെയും ഗുവാഹത്തി ഹൈക്കോടതിയുടെയും നടപടി റദ്ദാക്കിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. പൗരത്വം ഭരണഘടനാ പ്രാധാന്യമുള്ള വിഷയമാണെന്നും കോടതി വ്യക്തമാക്കി. ലാൽകുമാർ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ലാൽകുമാർ, കോടതിയുടെ ഇടപെടൽ എന്താണ്? നിഷാദ്, അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ മതിയായ രേഖകളില്ലാതെ വിദേശികളെന്ന് മുദ്രകുത്തിയവരുടെ 17 പേരുടെ ഹർജി അല്ലെങ്കിൽ ഇരകളുടെ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഈ മൗലിക വിഷയം എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഔദ്യോഗിക രേഖകളിൽ പേര് അല്ലെങ്കിൽ പേരുകളുടെ പിശക് എന്നതിന്റെ പേരിൽ ഒരാളുടെ പൗരത്വം ഇല്ലാതാകുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. സുപ്രീം കോടതി ഒരാളുടെ പൗരത്വം റദ്ദാക്കാനോ അയാളെ വിദേശിയായി പ്രഖ്യാപിക്കാനോ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ, ചെറിയ ചെറിയ തെറ്റുകൾ സാധാരണമാണ് അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ചെറിയ തെറ്റിന്റെ പേരിൽ ഇത്തരത്തിൽ ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് സുപ്രീം കോടതി പറയുന്നത്. അതുപോലെ ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കുന്നത് അയാളുടെ ജീവിതത്തെയും മൗലികാവകാശങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. അതിൽ കൃത്യമായ പരിശോധന വേണം, യുക്തിസഹമായ പരിശോധന വേണം, നീതിപൂർവമായ പരിശോധന വേണം എന്ന കാര്യമാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ ഈ സുപ്രീം കോടതി മറ്റു കാര്യങ്ങൾ പറയുന്നത് അവർ സമർപ്പിച്ച ഈ 17 പേർ സമർപ്പിച്ച അവരുമായി ബന്ധപ്പെട്ട അവരുടെ പൗരത്വം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകളിലേക്ക് താൻ അല്ലെങ്കിൽ അതിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് താൻ കടക്കുന്നില്ല. അതിനുള്ള അധികാരം ഈ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടവർക്ക് തന്നെ നൽകുന്നു. എന്നാൽ അതിൽ യുക്തിസഹമായ തീരുമാനമുണ്ടാവണം, ആവേശത്തിന്റെ പുറത്ത് എടുത്തുചാടി ചെയ്യേണ്ട കാര്യമല്ല എന്നാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പൗരത്വത്തിന്റെ പേരിൽ തടങ്കലിലോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നാടുകടത്തപ്പെടാനോ കിടക്കുന്ന ഒരുപാട് പേർക്ക് ആശ്വാസകരമാകുന്ന ഒരു വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതിൽ സുപ്രീം കോടതി 1996 ഫോറിനേഴ്സ് ആക്ട് സെക്ഷൻ 9 കൂടി പ്രതിപാദിക്കുന്നുണ്ട്. ഇത് പ്രകാരമുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്ന് കൃത്യമായ രീതിയിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പീലുകാർ സമർപ്പിച്ച പൗരത്വാവകാശവാദങ്ങളെ മെറിറ്റുകളെ സംബന്ധിച്ച് താനൊന്നും പറയുന്നില്ല എന്ന കാര്യം കൂടി സുപ്രീം കോടതി പറയുന്നത്. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിദേശികളായി മുദ്രകുത്തിയും അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് മുദ്രകുത്തിയും നാടുകടത്തപ്പെടാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്ന ഭരണകൂട ഭീകരതയ്ക്ക് ഇരയാകുന്നവർക്ക് അനുകൂലമാകുന്ന ഒരു വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. നിഷാദ്, ഓക്കെ, ഇതിലെ നടപടിക്രമങ്ങളിലെ പ്രശ്നം എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കോടതി? ലാൽ, നടപടിക്രമങ്ങളിൽ ഇത് ചെറിയ തെറ്റുകൾ പോലും അല്ലെങ്കിൽ ഈ ചെറിയ തെറ്റുകളിൽ പോലും കൃത്യമായ രീതിയിൽ പരിശോധനയോ യുക്തിസഹമായ രീതിയിലുള്ള പരിശോധനയോ നടത്താതാണ് ഇത്തരത്തിൽ ട്രൈബ്യൂണലുകൾ വിധി അല്ലെങ്കിൽ നിർണയിച്ചിരിക്കുന്നത്. ഇവർ വിദേശികളാണെന്ന രീതിയിൽ അല്ലെങ്കിൽ പൗരത്വത്തിന് അർഹതരല്ല എന്ന രീതിയിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി സൂചിപ്പിക്കുന്നത്. അതിൽ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്, വിദേശികൾ ചെറിയ തെറ്റുകളുടെ പേരിൽ പോലും വിദേശികൾ എന്ന് കാണിക്കുന്നുണ്ട് എന്നാണ് ജസ്റ്റിസ് വിക്രം നാഥ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അസാനുദ്ദീൻ എന്നിവരടങ്ങിയ ബെഞ്ച്, സുപ്രീം കോടതിയുടെ ബെഞ്ച് ഇന്ന് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഔദ്യോഗിക രേഖകളിലെ പേരുകളിലെ വീട്ടുപേരുകൾ ചെറിയ ചെറിയ തെറ്റുകളാണ്. വീട്ടുപേരിലുള്ള തെറ്റ് അല്ലെങ്കിൽ പേരിലെ തെറ്റ്, അതുമായി ബന്ധപ്പെട്ട തെറ്റുകൾ, ഇത്തരം തെറ്റുകളുടെ പേരിൽ പോലും പൗരത്വം ലംഘിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വിദേശികളായി മുദ്രകുത്തപ്പെടുന്നുണ്ട് എന്നുള്ള നിർണായകമായ കണ്ടെത്തലായി വേണമെങ്കിൽ നമുക്കിതിനെ വായിക്കാം. നിഷാദ്, ശരി, അസം ഫോറിനേഴ്സ് ട്രൈബ്യൂണലിന് കനത്ത തിരിച്ചടി കിട്ടുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. 17 പേരെ വിദേശികളാക്കി പ്രഖ്യാപിക്കുന്ന നടപടി കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, ഹൈക്കോടതി വിധി അടക്കം കോടതി റദ്ദ് ചെയ്തുകൊണ്ടാണ് യുക്തിസഹമായ നടപടിക്രമങ്ങളിലൂടെ വേണം ഇത്തരം ഒരു ഗൗരവതരമായ സംഗതിയിൽ തീർപ്പുണ്ടാക്കാൻ എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണത്. അസമിൽ വലിയ തോതിലുള്ള പൗരത്വ പരിശോധന നടക്കുകയും ആളുകളെ വിദേശികളാക്കി മുദ്രകുത്തുകയും ചെയ്യുന്ന പരിപാടി നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് സുപ്രീം കോടതി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് എന്നതാണ്.